അനധികൃത കയ്യേറ്റങ്ങളെ സിപിഎമ്മും സർക്കാരും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ്. പരുന്തുംപാറയിൽ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത് നാട്ടുകാരോടുള്ള ദ്രോഹമാണ്. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നതെന്നും സി.വി. വർഗീസ് ചെറുതോണിയിൽ പറഞ്ഞു. പരുന്തുംപാറയിൽ 20 അടിയുള്ള കുരിശ് സ്ഥാപിച്ചപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു? ഒരു ദിവസം കൊണ്ട് മാത്രം ചെയ്യാവുന്ന പ്രവൃത്തി അല്ല ഇത്. ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത് നാട്ടുകാരോടുള്ള ദ്രോഹമാണ്. നിരോധനാജ്ഞ പുറപ്പെടുവിച്ചതോടെ ലൈഫ് ഭവന പദ്ധതി, സാമ്പത്തിക വർഷാവസാനമുള്ള പഞ്ചായത്തുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാം നിലച്ചു. എന്തിനു വേണ്ടിയാണ് ഇത്തരം ക്രൂരമായ നിലപാടുകൾ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും നടപ്പാക്കുന്നതെന്ന് മറുപടി പറയണം. മെയ് 2 വരെയാണ് നിരോധനാജ്ഞ നിലനിൽക്കുന്നത്. കയ്യേറ്റ വിഷയത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്. അതാണ് സർക്കാരിന്റെ നിലപാടെന്നും സി.വി. വർഗീസ് പറഞ്ഞു. ഈ കാര്യത്തിൽ സിപിഎമ്മിന്റെ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ പുതിയതായി ഒരു കയ്യേറ്റത്തെയും സിപിഎം പ്രോത്സാഹിപ്പിക്കുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. എന്നാൽ കയ്യേറ്റത്തിൻ്റെ പേര് പറഞ്ഞ് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കൃഷിക്കാരെ സംരക്ഷിക്കുകയും വേണം. ഇപ്പോൾ 20 അടിയുള്ളൊരു കുരിശ് സ്ഥാപിക്കണം എങ്ങനെയെങ്കിലും ഒരു ദിവസം കൊണ്ട് സ്ഥാപിക്കപ്പെടാൻ സാധ്യതയില്ല. ഇപ്പം ഇത്തരം നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും എവിടെയാ ഒരുത്തരം പറയണം. 144 പ്രഖ്യാപിച്ച് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ വലിയ ഭീതി ഉണ്ടാവും. ആ ഭീതിജനകമായൊരു അന്തരീക്ഷം ജില്ലയിൽ ഉണ്ടാക്കാനാണ്. അതിനെയൊക്കെ നല്ലതുപോലെ ജനങ്ങളെ അണിനിരത്തി ആ നടപടിയൊക്കെ ഞങ്ങൾ ജനകീയമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടും അത്തരമൊരു ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടാക്കേണ്ടതുണ്ടോ എന്നും ബന്ധപ്പെട്ടവർ പരിശോധിക്കേണ്ടതാണ്. റവന്യൂ മന്ത്രി പറഞ്ഞല്ലോ, ഒരു കൃഷിക്കാരെയും കുടിയിറക്കില്ല, കയ്യേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും റവന്യൂ ഗവൺമെൻറ് നിലപാട് നിങ്ങളോട് സ്വവ്യക്തമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. 15-ാം തീയതി പരുന്തുംപാറയിൽ സന്ദർശനം നടത്തും. മുഖ്യമന്ത്രിയെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നും സി.വി. വർഗീസ് വ്യക്തമാക്കി.